നമ്മുടെ കേരള ഭരണാധികാരികളുടെ പുതിയ മുദ്രാവാക്യം ഇന്നലെ TV ചാനലുകളിലൊക്കെ കാണുകയുണ്ടായി. വർഗീയത വീഴും, വികസനം വാഴും. നല്ലതായിട്ട് തോന്നി. എന്താണ് ഈ വർഗീയത എന്ന് പറയുന്നത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിങ്ങളിലെ മദ്രസയിലെ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട്, മൗലവിമാർക്ക് വേണ്ടിയിട്ട് 2 രൂപയ്ക്ക് അരി കൊടുക്കുകയും അവർക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കൊടുക്കുകയും അവർക്ക് വേണ്ടി മാത്രം ബാങ്ക് ഉണ്ടാക്കുകയും അവരുടെ പിള്ളേർക്ക് ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നിരിക്കുന്ന മുസ്ലിങ്ങൾക്കും ഫ്രീ ആയിട്ട് പുസ്തകം കൊടുക്കുകയും അവരിൽ പലരെയും പല പല ഉദ്യോഗങ്ങളിൽ നിയമിക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന മുസ്ലിങ്ങൾ തന്നെ പറയുന്ന വൈറസ് പാർട്ടിയെ ഇത്രയും താലോലിച്ച് അവരുടെ വോട്ട് ബാങ്ക് എടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് വർഗീയതയല്ലേ? ഇവിടെ 100 കോടി മുക്കിയ ഒരു കർദിനാള്, അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ കണ്ണുനീര് ഹൈക്കോടതിയുടെ മുമ്പിൽ വീണിട്ടും കേസെടുക്കാതെ, പള്ളിക്കാർ തമ്മിൽ ഒരിഞ്ഞ അടി നടക്കുമ്പോഴും കേസെടുക്കാതെ, പള്ളിക്കാർക്ക് എവിടേക്കാണോ പുറമ്പോക്ക് സ്ഥലം കയ്യേറി കുരിശു വെച്ചത് അതൊക്കെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് താമരശ്ശേരി ബിഷപ്പിൻ്റെ അടുത്ത് എന്നിട്ട് കൈമുത്തം വെച്ച് പൊരിച്ച മീനും കഴിച്ച് വന്നതാണോ വർഗീയത? അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് സകല പള്ളികളിലും കയറി ഇറങ്ങി ഇടതുപക്ഷത്തിൻ്റേത് എന്ന് വ്യക്തമായിട്ട് ബോർഡുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ളവർ പള്ളികളിലും അച്ഛന്മാരുടെയും കർദിനാളിൻ്റെയും ബിഷപ്പിൻ്റെയൊക്കെ വീട്ടിലേക്ക് കയറി ഇറങ്ങി നടക്കുന്നതാണോ വർഗീയത? അല്ല, ഇതൊന്നും വർഗീയത അല്ലെങ്കിൽ ഈ വീഴാൻ പോകുന്ന വർഗീയത അത് ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രമുള്ളതാ? നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒരൊറ്റ ചരടിൽ കോർക്കുമെന്ന് പറഞ്ഞപ്പോൾ വർഗീയ ഫാസിസ്റ്റ് ഭീകരജീവിയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ് അങ്ങേരെ പിടിച്ച് താറടിപ്പിച്ച് അങ്ങേരുടെ കയ്യിൽ തന്നെ നവോത്ഥാനം അതിൽ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത്. അല്ല, ഹിന്ദുക്കളിൽ എല്ലാ ദൈവത്തിനെയും നല്ലത് സ്വീകരിക്കാനും ഹിന്ദുക്കളുടെ കടകളിൽ ഈ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ദേവതമാരെ വെച്ച് പൂജിക്കുകയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വാഹനങ്ങളിലും ബസ്സുകളിലും സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലുമെല്ലാം ആശ്രമങ്ങളിലുമെല്ലാം എല്ലാ ദേവതാ സങ്കല്പത്തെയും ഒരേപോലെ സ്വീകരിക്കുകയും എല്ലാ മതക്കാർക്കും ഒരേപോലെ സൗകര്യങ്ങളും സേവനങ്ങളും എത്തിക്കുന്ന സായിബാബയും മാതാ അമൃതാനന്ദമയും ശ്രീ രവിശങ്കറും പോലെയുള്ളവർ ചെയ്യുന്ന ആ ഹിന്ദു ധർമ്മത്തിലാണോ ഇപ്പോൾ വർഗീയതയുള്ളത്? അങ്ങനെയാണെങ്കിൽ ഹിന്ദു ധർമ്മം വീഴുന്നതാണോ? അവനവൻ്റെ ഭാര്യയും മക്കളും കമ്മികളും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവരുടെ മക്കളും ആരും ശബരിമലയിൽ പോകാതെ ക്രിസ്ത്യൻ മുസ്ലിം വർഗത്തിൽപ്പെട്ട കുറേ നക്സലൈറ്റുകളെയും മാവോയിസ്റ്റുകളെയും ഫെമിനിസ്റ്റുകളെയും ഈശ്വര വിശ്വാസമില്ലാത്തവരെ പോലീസ് വേഷം അണിയിച്ച് ശബരിമലയിൽ കൊണ്ടുപോകുന്നത് വിജയിക്കാതെ വന്നപ്പോൾ വീണതാണോ വർഗീയത? ഈ വർഗീയത വീഴുമെന്ന് പറയുന്നത് എന്താണാവോ? യഥാർത്ഥത്തിലെ വർഗീയത എന്താ? ഓരോ പാർട്ടിക്കാരനും കാണ്ടിക്കൂട്ടിക്കുന്നത് പച്ചയ്ക്ക് പള്ളികളിലും അതുപോലെ തന്നെ മദ്രസകളിലും നടക്കുന്ന വർഗീയതയാണ്. ഇപ്പൊ ക്രിസ്ത്യാനികൾ നെറ്റിയിൽ ചന്ദനം തൊട്ട് ഈ ഓരോ അമ്പലങ്ങളിലും പോയി കയറി ഇറങ്ങി അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരിക്കലും ഇനി മോഡി വരരുത്, വന്നാൽ നമുക്ക് ഈ ഭാരതത്തിൽ മതപരിവർത്തനം നടത്താൻ സാധിക്കില്ല, ഇപ്പൊ തന്നെ മതപരിവർത്തനത്തിന്റെ സ്പീഡ് കുറഞ്ഞത് അങ്ങേര് മുകളിലുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് അങ്ങേരെ താഴെ ഇറക്കിയിട്ട് നമ്മളുടെ മതം പ്രചരിപ്പിക്കാനുള്ള എല്ലാ പ്രവൃത്തികളും അനസ്യൂതം നടത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം വരണം എന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയും നോട്ടീസ് ഇറക്കുകയും ചെയ്യുന്നതാണോ വർഗീയത? അല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണോ വർഗീയത? ഏതായാലും വർഗീയത വീഴുമെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വർഗീയത എന്ന് കൂടി ഒന്ന് പറയണം. എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി, എൻ്റെ അന്ത്യവിധി മാത്രം ശരി, എൻ്റെ മതത്തിലേക്ക് വരാത്തിടത്തോളം കാലം നിനക്ക് ഗതിയില്ല, അന്ത്യവിധി നാളിൽ ദൈവം നിന്നെ പർഗേറ്ററിയിലേക്ക് അല്ലെങ്കിൽ കുംഭിപാത നരകത്തിലേക്ക് അയക്കും, അതുകൊണ്ട് നീ മതം മാറി എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് മതം കച്ചവടം നടത്തി പച്ചയ്ക്ക് കുമ്പസാരിക്കുള്ളിൽ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ളവര് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് ഒരൊറ്റയടിക്ക് അങ്ങ് ബാൻ ചെയ്തപ്പോൾ, ഡീമോണിറ്റൈസേഷൻ ചെയ്തപ്പോൾ ചിന്തിക്കാത്ത വിധത്തിൽ കള്ളനോട്ടുകളും
അതുപോലെ കള്ളപ്പണവും ഒക്കെ വെച്ചുകൊണ്ട് ഓരോ സ്ഥലത്തെയും ലാൻഡ് വാങ്ങിച്ചതിൻ്റെ ഇടയ്ക്ക് പെട്ട് അതൊന്നും അക്കൗണ്ട് ചെയ്യാതെ കോടികൾ കയ്യിൽ വെച്ച് മുമ്പോട്ട് പോകുന്നവരെ സംരക്ഷിക്കുന്നതാണോ വർഗീയത? ഏതായാലും അങ്ങനെയുള്ള വർഗീയത നിങ്ങൾ ഇരിക്കുന്നിടത്തോളം വീഴില്ല. ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ, ഹിന്ദുവിൻ്റെ അനുഷ്ഠാനങ്ങൾ, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ, ഹൈന്ദവ വിശ്വാസങ്ങൾ, ഹൈന്ദവ ഗ്രന്ഥങ്ങൾ, ഹൈന്ദവ കഥകൾ, ഹൈന്ദവ സങ്കല്പങ്ങൾ, ഹൈന്ദവ അനുഭവങ്ങൾ, ഹൈന്ദവരുടെ ഉപനിഷത്തുക്കൾ, ഹൈന്ദവരുടേതായിട്ടുള്ള ധ്യാന, ആയുർവേദ, സംഗീത, നൃത്യ സംസ്കൃത ഭാഷകളെ അതിനെയാണോ നിങ്ങൾ വർഗീയത എന്ന് കണ്ട് അതിനെ വീഴ്ത്താനാണോ ഈ വർഗീയത വീഴുമെന്ന ഇലക്ഷന് പറഞ്ഞ് നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞൂടാ. ഏതായാലും എവിടെ ആൽമരം മുളച്ചാലും തണലാകുന്നവർക്ക് എന്ത് വർഗീയത, എന്ത് വികസനം? അടുത്ത ഇലക്ഷന് നമുക്കും കിട്ടണം കസേര. അതിൽ ഏത് രാഹുൽ ഗാന്ധി ആയാലും, ഏത് ഇറ്റലിക്കാരിയാണെങ്കിലും, ഏത് മഹാഗഠബന്ധനാണെങ്കിലും ഇവിടെ ഒരുമിച്ചിരുന്ന് തറപ്പണി ചെയ്യുമ്പോഴും ഒരു പക്ഷേ BJP ജയിക്കുമെന്നറിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മുറിക്കകത്ത് ഹം തും ഇക്ക് കമരേമേ ബന്ധു ഹോ എന്നൊരു ഹിന്ദി പാട്ടുണ്ട്. ആ പാട്ടില് ഇവിടെ പരസ്പരം എതിർക്കുകയും വികൃതമായിട്ട് ഇന്നലെ AK ആന്റണി കരയുന്നൊരു ചിത്രം കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. അങ്ങനെ അഭിനയിക്കാൻ മാത്രം അറിയാവുന്ന കോൺഗ്രസ്സുകാര് അഭിനയിപ്പിക്കാനും നശിപ്പിക്കാനും മാത്രം അറിയാവുന്ന മറ്റു പാർട്ടികളുമായിട്ട് ഒരുമിച്ച് ചേരേണ്ടി വരുമ്പോൾ മൂന്നാമൻ ജയിക്കുമെന്ന് ഭയം കൊണ്ട മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന് പറഞ്ഞ് നടക്കുന്നവര് എങ്ങനെ ഈ വർഗീയത വീഴുമെന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. വർഗീയത എന്താണെന്ന് അറിഞ്ഞാലല്ലേ വീഴുവോ ഇല്ലയോ എന്നറിയുള്ളൂ. തൻ്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള നമ്പൂതിരി മക്കളെയൊക്കെ വിവാഹം ചെയ്തു കൊടുത്തത് നമ്പൂതിരിമാർക്ക് തന്നെയാണ്. അന്ത്യകർമ്മം നടത്തിയത് നമ്പൂതിരിയുടെ ചടങ്ങുമാരി തന്നെയാണ്. മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ മലപ്പുറം ജില്ലയും ഉണ്ടാക്കി കൊടുത്തതും അവസരവാദ രാഷ്ട്രീയം അതാത് സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ വീക്ഷണത്തിലുള്ളത്, ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്, ഞങ്ങൾ നടപ്പിലാക്കുന്നതും ഒന്നും വർഗീയമല്ല. നിങ്ങൾ അത് തന്നെ നടപ്പാക്കിയാൽ അതൊക്കെ വർഗീയമാണ്. അപ്പം നമ്മൾ നടപ്പാക്കിയാൽ വർഗീയമല്ല. അപ്പം നമ്മളുടെ കൂട്ടത്തിൽ നടപ്പാക്കാൻ നിന്നാൽ മതി, വർഗീയമല്ലാതെയോ? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഈ വാഴപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ ഏത് തരത്തിലുള്ള പഴം വെച്ചാലും അതൊക്കെ വാഴപ്പഴമാകും എന്നുള്ള ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ വർഗീയതയെ ഇല്ലാതെയാക്കാൻ നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ മതി. നമ്മൾ നിങ്ങളുടെ പരിപാടികളൊക്കെ നടപ്പിലാക്കിക്കോളാം. അപ്പോൾ വർഗീയത ഇല്ലാതെയാവും. നിങ്ങൾ ആ പരിപാടി നടപ്പിലാക്കിയാൽ അത് വർഗീയതയാണെന്ന് പറഞ്ഞ് പരത്തുന്നവര് TV-യിൽ കൂടി വർഗീയത വീഴുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത്ഭുതം തോന്നി. ഇനി ഒന്നുകൂടിയുണ്ട്, വികസനം വാഴും. അത് ഞാൻ അടുത്ത പോസ്റ്റിൽ പറയാം. പ്രണാമം.